ഉത്തമ രാമഭക്തന്റെ സമ്പൂർണ്ണ ചരിതം. വീരഹനുമാൻ ഇന്നു മുതൽ. അച്ഛാ, അച്ഛാ, എന്താ നടച്ച കാലത്ത് തന്നെ? നടേശൻ സാർ തന്നെ മറുപടി പറയണോ അതോ ഞാൻ പറഞ്ഞാൽ മതിയോ? എന്താ സുന്ദരേശ? നിങ്ങൾ നടേശൻ സാറിന് ഈടായി നൽകിയ വീടിന്റെയും പുരയിടത്തിന്റെ ആധാരം നടേശൻ സാറ് എനിക്ക് കൈമാറി തന്നിരിക്കുക. ഇനി ഇടപാടുകൾ നമ്മൾ തമ്മിലാണെന്ന് നടേശൻ സാർ എനിക്ക് എഴുതി തന്നിട്ടുണ്ട്. അത് ഞാൻ തന്നെ ഇവിടെ നിന്ന് പറയണമെന്ന് സുന്ദരേശനൊരു നിർബന്ധം. അതാ കാലത്ത് തന്നെ വന്നത്. പലിശ കൃത്യമായിട്ട് വീട്ടിലെത്തിച്ചോണം. മുതലിന്റെയും പലിശയുടെയും കാര്യമൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. എന്റെ കുറച്ച് സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യാൻ ഒരു കെട്ടിടം അന്വേഷിച്ച് നടക്കുമ്പോഴാ നടേശൻ സാർ ഇതിന്റെ ആധാരവുമായി വരുന്നത്. അതുകൊണ്ടാ ഞാൻ കൂടുതലൊന്നും ആലോചിക്കാതെ സമ്മതിച്ചത്. 4 ദിവസം സമയം തരാം. അതിനുള്ളിൽ ഈ വീട് നിങ്ങൾ ഒഴിഞ്ഞു തരണം. വീടൊഴിഞ്ഞു തരാനോ? എന്തിന്? തിരിച്ചടവ് മുടങ്ങിയാലല്ലേ ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റൂ. പ്രമാണം കൈമാറുമ്പോൾ നിങ്ങൾ നടേശൻ സാറിന് ഒരു മുദ്രപത്രത്തിൽ ഒപ്പിട്ട് കൊടുത്തില്ലേ? അതുപ്രകാരം സ്വന്തം ആവശ്യത്തിനാണെങ്കിൽ 4 ദിവസത്തെ സാവകാശം നൽകി ഇദ്ദേഹത്തിന് നിങ്ങളെ ഒഴിപ്പിക്കാം. ആ മുദ്രപത്രവും നടേശൻ സാർ എനിക്ക് കൈമാറി തന്നിട്ടുണ്ട്. നടേശ, എന്താ ഇത്? ഞങ്ങൾ പലിശക്കാര് അങ്ങനൊരു പേപ്പർ എല്ലാവരുടെയും കയ്യിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങാറുണ്ട്. പക്ഷേ അതൊരു ഉറപ്പിന് വേണ്ടിയാ. അതിന്റെ പേരിൽ ആരെയും വീട്ടിൽ നിന്ന് ഇറക്കി വിടാറില്ല. ഈ കാര്യം സുന്ദരേശ എന്നോട് പറഞ്ഞതുമില്ല. ഞാൻ ഇപ്പോഴാ അറിയുന്നത്. സുന്ദരേശ, ഈ വീട് നീ എടുത്താൽ ഇവരെങ്ങോട്ട് പോകും? അതെന്തിനാ ഞാൻ ആലോചിക്കുന്നത്? അത് ഇവരല്ലേ ആലോചിക്കേണ്ടത്. നാട്ടിലില്ലാത്ത നിയമം കൊണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരല്ലേ സുന്ദരേശ. ഞങ്ങൾ തിരിച്ചടവ് മുടക്കിയാൽ നിനക്ക് ഈ വീടും പുരയിടോ ഏറ്റെടുക്കാം. അതിനൊരു ന്യായമുണ്ട്. അല്ലാതെ പെട്ടെന്ന് വന്ന് 4 ദിവസത്തിനുള്ളിൽ ഈ വീട് ഒഴിയണമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. നടക്കും ദേവകി, നടത്താൻ ഈ സുന്ദരേശൻ അറിയാം. പറഞ്ഞത് മറക്കണ്ട. 4 ദിവസം. ഇത് വലിയ ചതിയായിപ്പോയി. അവനിത് ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. നിങ്ങളെ പെരുവഴിയിലാക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ കാശ് തിരികെ കൊടുത്ത് ഞാൻ ആ പ്രമാണം തിരികെ വാങ്ങിക്കാം. ഭാര്യയുടെ ചികിത്സയ്ക്ക് പണം വേണ്ടേ? പണം തിരിച്ചു കൊടുക്കൊന്നും വേണ്ട. ഭാര്യയുടെ ചികിത്സ നടത്ത്. ഞാൻ എന്തെങ്കിലും പോംവഴി കണ്ടോളാം. ആ നമ്മൾ എന്താ ചെയ്യാ? ഇത് നമ്മളെ വീടാ മോളെ. നമ്മൾ ഇവിടെ തന്നെ താമസിക്കും. അവൻ നമ്മളെ എന്ത് ചെയ്യാനാ? കണ്ടില്ല മാഡം, പാർവതിയുടെ സൈക്കിള് ചെളിയും ചാണകം ഒഴിച്ച് നശിപ്പിച്ചത് കണ്ടില്ല. ആരാ ഇത് ചെയ്തത്? അറിയില്ല മാഡം. ഇത് ചെളിയും ചാണകവും അല്ലേ? ഹോസ്റ്റലിൽ എവിടുന്ന ചെളിയും ചാണകവും ഒക്കെ? ഇത് പുറത്തുനിന്ന് ആരോ ചെയ്തതാണെന്നാ എനിക്ക് തോന്നുന്നത്. പാർവതി എല്ലാരും വെറുപ്പിക്കുമല്ലോ. അവള് വെറുപ്പിച്ച ആരോ അവൾക്ക് പണി കൊടുത്തതാ, ഉറപ്പാ. 10 മണി വരെ ഞാൻ ഗേറ്റിലുണ്ടായിരുന്നു. പുറത്തുനിന്ന് ആരും ഇവിടെ വന്നിട്ടില്ല. ഇത് ചെയ്തത് പുറത്തുനിന്നുള്ളവരൊന്നും അല്ല മാഡം. എല്ലാരും എന്താ അവിടെ കൂടി നിൽക്കുന്ന? അയ്യോ, എന്റെ സൈക്കിള്! മാഡം, ഞാൻ പൊന്നുപോലെ കൊണ്ടു നടക്കുന്ന സൈക്കിളായത്. ആരാ ദുഷ്ടത്തരം ചെയ്തത്? എനിക്കും അതറിയണം പാർവതി. ഈ ഹോസ്റ്റലിൽ ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ടാ. ഇത് ചെയ്തത് ആരാണെന്ന് എനിക്കറിയണം. ഗേൾസ്, ആരാ ഇത് ചെയ്തത്? തുറന്നു പറയുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. പറ, ആരാ ഇത് ചെയ്തെന്ന്?
പറയില്ലല്ലേ? വേണ്ട, ഞാൻ കണ്ടുപിടിച്ചോളാം. ഞാനല്ല മാഡം, എനിക്കൊന്നും അറിയില്ല. ഞാനല്ല മാഡം, പാർവതിയോട് ദേഷ്യമുള്ള ആരോ ആണ് ഇത് ചെയ്തത്. എനിക്കെന്തിനാ പാർവതിയോട് ദേഷ്യം? നീ എന്തിനാ ഇത് ചെയ്തത്? ഞാനോ? മാഡം, ഞങ്ങൾക്ക് മുക്തയെ തന്നെയായിരുന്നു സംശയം. മാഡത്തോട് ഞങ്ങൾ പറയാതിരുന്നതാ. ദേ, വായിക്ക് വന്നത് വിളിച്ചു പറഞ്ഞുണ്ടല്ലോ. ഞാനത് ചെയ്യുന്ന നീ കണ്ടോ? എന്തിനാ കാണുന്നേ? നീ അല്ലാതെ വേറെ ആരും ഈ ചട്ടത്തരം ഇവിടെ ചെയ്യില്ല. പാർവതിയുടെ സൈക്കിളിൽ ചെളിയും ചാണകവും വാരി പൂശിയിട്ട് നിനക്ക് എന്താ കിട്ടിയത്? കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ കള്ളനാക്കുന്ന പരിപാടി ഇവിടെ എടുക്കലേ മാഡം. നീ തന്നെയാ ഇത് ചെയ്തെന്ന് ഞാൻ പറഞ്ഞ? ദൈവം തമ്പുരാൻ വന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. തെളിവുണ്ടോ മേഡത്തിന്റെ കയ്യില്? തെളിവ് എന്റെ കയ്യിലില്ല, പക്ഷേ നിന്റെ കാലിലുണ്ട്. നിന്റെ ചെരുപ്പ് നോക്ക്. ഈ തെളിവ് പോരെ? നീ ഒറ്റയ്ക്കല്ല, മുക്തയും ഡയാനയും നിന്റെ കൂട്ടുപ്രതികളായിരിക്കും. മുക്ത, പാർവതിയോട് നിനക്കെന്താ ഇത്ര ദേഷ്യം? നീ മറുപടി പറയില്ലെന്ന് എനിക്കറിയാം. ഇനി നിങ്ങൾ 3 പേർക്കും ഈ ഹോസ്റ്റലിൽ സ്ഥാനമില്ല. മുക്ത, നിന്നെ ഞാൻ ഈ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കിയ കാര്യം നീ നിന്റെ അമ്മയെ വിളിച്ച് പറയ. ഇന്ന് തന്നെ വന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ പറയ. അയ്യോ മാഡം, വിളിക്കാനാ പറഞ്ഞത്. നിനക്ക് പറ്റിയില്ലെങ്കിൽ പറ, ഞാൻ വിളിച്ചറിയിച്ചോളാം. അമ്മയെ അറിയിക്കല്ലേ മാഡം, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയതാ. മാഡം തരുന്ന ഏത് പണിഷ്മെന്റും ഞാൻ സ്വീകരിച്ചോളാം. അമ്മയെ അറിയിക്കരുത് മാഡം, പ്ലീസ്. നീ ഇവിടെ കിടന്ന് ഓരോ കൊള്ളരുതായ്മ കാണിക്കുമ്പോ മരിച്ചുപോയ ഒരു പട്ടാളക്കാരന്റെ പേര് കളങ്കപ്പെടുന്നുണ്ട്, നിന്റെ അച്ഛന്റെ. അത് നീ ഓർക്കാറുണ്ടോ? അദ്ദേഹത്തിന്റെ മരണശേഷം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ നിന്റെ അമ്മ നിന്നെ വളർത്തിയത്.